ഹലോ ഫ്രണ്ട്സ്, നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചോദിച്ചിട്ടുള്ള ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന ഭാഗത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസാണ്. ഒന്ന്, ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് ഏജ്, ഇൻകം, ജെൻഡർ ആർ എക്സാമ്പിൾ ഓഫ് ഡാഷ്. അതായത് ഒരു വ്യക്തിയുടെ വയസ്സ്, ഒരു വ്യക്തിയുടെ വരുമാനം, ഒരു വ്യക്തി മെയിൽ ഓർ ഫീമെയിൽ ഓർ ജെൻഡർ ഓർ സെക്സ്, ഇതൊക്കെ ഏതിൽ ഉൾപ്പെടുന്നതാണ്, ഏത് ഫാക്ടേഴ്സിൽ ഉൾപ്പെടുന്നതാണ്? ഓപ്ഷൻ എ ഹൗസ് ഹോൾഡ് പാറ്റേൺ, ഓപ്ഷൻ ബി ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ്, ഓപ്ഷൻ സി ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ്, ഓപ്ഷൻ ഡി സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ്. ആൻസർ ഡെമോഗ്രാഫിക് ആണ്. ഡെമോഗ്രാഫിക് ഈസ് എ സ്റ്റഡി ഓഫ് ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ഏജ്, ഇൻകം, ജെൻഡർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു രാജ്യത്തെ വ്യക്തികളുടെ വയസ്സ്, വരുമാനം, മെയിൽ ഓർ ഫീമെയിൽ ഇതൊക്കെ ഓർ സെക്സ് ഇതൊക്കെ ഏതിലാണ് ഉൾപ്പെടുന്നത്? ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ആൻസർ ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് വിച്ച് മസ്റ്റ് ബി മോണിറ്റേർഡ് ബൈ മാർക്കറ്റേഴ്സ്? മാർക്കറ്റർ മോണിറ്റർ ചെയ്യുന്ന എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൽ വരാത്തത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് വിച്ച് മസ്റ്റ് ബി മോണിറ്റേർഡ് ബൈ മാർക്കറ്റേഴ്സ്. അതായത് മാർക്കറ്റേഴ്സ് മോണിറ്റേർഡ് ചെയ്യാത്ത എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് വിച്ച് മസ്റ്റ് ബി മോണിറ്റേർഡ് ബൈ മാർക്കറ്റേഴ്സ്. മാർക്കറ്റേഴ്സ് മോണിറ്റർ ചെയ്യാത്ത എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഏതാണ്? സോഷ്യൽ, പൊളിറ്റിക്കൽ, ലീഗൽ, മെഗാ ട്രെൻഡ്. ഏതാ വരും ഉത്തരം? ഡി ആണ്, മെഗാ ട്രെൻഡ്. അപ്പോൾ ഏതെല്ലാം വരുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് വിച്ച് മസ്റ്റ് ബി മോണിറ്റേർഡ് ബൈ മാർക്കറ്റേഴ്സ്. ആൻസർ ഡി ആണ്, മെഗാ ട്രെൻഡ്. ഓക്കെ, ഇനി അടുത്ത വരുന്നത് മെഗാ ട്രെൻഡാണ്. അതിൽ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എലമെൻറ്റ് ഓഫ് ദ മൈക്രോ എൻവയോൺമെൻറ്റ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ മൈക്രോ എൻവയോൺമെൻറ്റിൻ്റെ എലമെൻറ്റ്സിൽ വരാത്തത് ഏത്? ഒരു ബിസിനസ്സിൻ്റെ മൈക്രോ എൻവയോൺമെൻറ്റിൻ്റെ എലമെൻറ്റ്സിൽ ഉൾപ്പെടാത്തത് ഏത്? ട്രേഡ് പോളിസിയാണ് ഉൾപ്പെടാത്തത്. ഒന്ന് സോഷ്യൽ, 2 ട്രേഡ് പോളിസി, 3 കൾച്ചറൽ, 4 പൊളിറ്റിക്കൽ. അപ്പോൾ ഇതിൽ വരാത്തത് ട്രേഡ് പോളിസിയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ദ മൈക്രോ എൻവയോൺമെൻറ്റ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ മൈക്രോ എൻവയോൺമെൻറ്റിൽ വരാത്തത് ഏത്? ബി ആണ് ഓപ്ഷൻ. ട്രേഡ് പോളിസിയാണ് മൈക്രോ എൻവയോൺമെൻറ്റിൽ ഉൾപ്പെടാത്തത്. ഇപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ദ മൈക്രോ എൻവയോൺമെൻറ്റ് ഓഫ് ബിസിനസ്. മൈക്രോ എൻവയോൺമെൻറ്റ് ഓഫ് ബിസിനസ്സിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ട്രേഡ് പോളിസി. ബാക്കിയെല്ലാം മൈക്രോ എൻവയോൺമെൻറ്റിൽ വരുന്നതാണ്. സോഷ്യൽ പോളിസീസ്, കൾച്ചറൽ, പൊളിറ്റിക്കൽ. സോഷ്യൽ ഫാക്ടേഴ്സ്, കൾച്ചറൽ ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഇതൊക്കെ മൈക്രോയിൽ വരുന്നതാണ്. വൺ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്കണോമിക് എൻവയോൺമെൻറ്റ്. താഴെ പറയുന്നവയിൽ ഇക്കണോമിക് എൻവയോൺമെൻറ്റിൻ്റെ സ്വഭാവം ഏതാണ്? ഇക്കണോമിക് എൻവയോൺമെൻറ്റ് ഈസ് ട്രഡീഷണൽ എൻവയോൺമെൻറ്റ്. ശരിയാണ്. ഇക്കണോമിക് എൻവയോൺമെൻറ്റ് ഒരു പരമ്പരാഗത എൻവയോൺമെൻ്റ് ആണ്. 2, അപ്പോൾ ഈ ട്രഡീഷണൽ ഇക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് വരില്ല? ട്രഡീഷൻ, സൊസൈറ്റി ലൈഫ് ഒന്നും വരില്ല. ഏതിലാണ് വരുന്നത്? സോഷ്യൽ എൻവയോൺമെൻറ്റിലാണ്. സോഷ്യൽ എൻവയോൺമെൻറ്റ് ഓർ സോഷ്യൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ട്രഡീഷണൽ, സൊസൈറ്റി ലൈഫ് എല്ലാം വരുന്നത് ഏതിലാണ്? സോഷ്യൽ എൻവയോൺമെൻറ്റിലാണ്. ഇക്കണോമിക് എൻവയോൺമെൻറ്റിൽ വരുന്നത് ഇക്കണോമിക് ഫാക്ടേഴ്സ്, ഇക്കണോമിക് സിസ്റ്റം, അറിയാലോ ഇക്കണോമിക് സിസ്റ്റം, ഇക്കണോമിക് ഫാക്ടേഴ്സ് ഇതൊക്കെയാണ് ഏതിൽ വരുന്നത്? ഇക്കണോമിക് എൻവയോൺമെൻറ്റിൽ വരുന്നത്. ഒരു സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കണോമിക് എൻവയോൺമെൻറ്റ്. എന്നാൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ എ ട്രഡീഷണൽ ആണ്, അത് സോഷ്യൽ എൻവയോൺമെൻ്റ് ആണ്. ഓപ്ഷൻ ബി സൊസൈറ്റി ആണ്, അത് സോഷ്യൽ എൻവയോൺമെൻ്റ് ആണ്. ഓപ്ഷൻ സി ലൈഫാണ്, അത് സോഷ്യൽ എൻവയോൺമെൻ്റ് ആണ്. ഓപ്ഷൻ ഡി പബ്ലിക് പോളിസി, അതെന്താണ്? ഇക്കണോമിക് എൻവയോൺമെൻ്റ് ആണ്. ലേസി ഫെയർ പോളിസി ഈസ് അഡോപ്റ്റഡ് ഇൻ. ലേസി ഫെയർ പോളിസി ആരാണ് അഡോപ്റ്റ്? ഏത് സിസ്റ്റത്തിലാണ് ലേസി ഫെയർ സിദ്ധാന്തം വരുന്നത്? സോഷ്യലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റം, ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റം, മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം, കമ്മ്യൂണിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റം. ലേസി ഫെയർ പോളിസി ഈസ് അഡോപ്റ്റഡ് ഓൺ ഏതാണ്? ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റം. ലേസി ഫെയർ പോളിസി ഈസ് അഡോപ്റ്റഡ് ആസ് ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റം. ലേസി ഫെയർ പോളിസി ഏതിലാണ് അഡോപ്റ്റ് ചെയ്യുന്നത്? ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലാണ് ലേസി ഫെയർ സിദ്ധാന്തം ഉപയോഗിക്കുന്നത്. ഓക്കെ,
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എക്യുപ്മെൻറ്റ് ഓഫ് മോണിറ്ററി പോളിസി? താഴെ പറയുന്നവയിൽ മോണിറ്ററി പോളിസിയുടെ എക്യുപ്മെൻറ്റിൽ ഉൾപ്പെടാത്തത് ഏത്? 1. ആക്ടിവിറ്റീസ് ഓഫ് ഓപ്പൺ മാർക്കറ്റ്. 2. ക്യാഷ് റിസർവ് റേഷ്യോ CRR. 3. ലീഗൽ ലിക്വിഡിറ്റി റേഷ്യോ. 4. ഡെഫിസിറ്റ് ഫിനാൻസിങ്. അതായത് മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ ഓപ്പൺ മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി മോണിറ്ററി പോളിസിയിൽ ഇൻക്ലൂഡാണ്. മോണിറ്ററി പോളിസിയുടെ ഒരു ഉപകരണം ഓപ്പൺ മാർക്കറ്റാണ്. മോണിറ്ററി പോളിസിയുടെ രണ്ടാമത്തെ എക്യുപ്മെൻറ്റ് CRR ആണ്. മോണിറ്ററി പോളിസിയുടെ മൂന്നാമത്തെ എക്യുപ്മെൻറ്റ് ലീഗൽ ലിക്വിഡിറ്റി റേഷ്യോ ആണ്. ഏതാണ്? ലീഗൽ ലിക്വിഡിറ്റി റേഷ്യോ ആണ്. മൂന്നാമത്തെ എക്യുപ്മെൻറ്റ് എന്താണ്? ലീഗൽ ലിക്വിഡിറ്റി റേഷ്യോ ആണ്. നാലാമത്തെ എക്യുപ്മെൻറ്റ് ഡെഫിസിറ്റ് ഫിനാൻസിങ് ആണ്. നാലാമത്തെ എക്യുപ്മെൻറ്റ് എന്താണ്? ഡെഫിസിറ്റ് ഫിനാൻസിങ് ആണ്. അപ്പോൾ മോണിറ്ററി പോളിസീൻ്റെ എക്യുപ്മെൻറ്റിൽ ഉൾപ്പെടാത്തത് ചോദിച്ചാൽ ഏതാണ് വരുന്നത്? ഡെഫിസിറ്റ് ഫിനാൻസിങ് ആണ് വരുന്നത്. ഏതാ വരുന്നത്? ഡെഫിസിറ്റ് ഫിനാൻസിങ് ആണ് വരുന്നത്. ബാക്കിയൊക്കെ മോണിറ്ററി പോളിസിയുടെ എക്യുപ്മെൻ്റ് ആണ്. ദ എൻവയോൺമെൻറ്റ് ഈസ് കമ്പോസ്ഡ് ഈഫ് ലോസ് ഗവൺമെൻറ് ഏജൻസീസ് ആൻഡ് പ്രഷർ ഗ്രൂപ്പ്. എന്താണ് പറയുന്നത്? ദ എൻവയോൺമെൻറ്റ് ഈസ് കമ്പോസ്ഡ് ഈഫ് ലോസ് ഗവൺമെൻറ് ഏജൻസീസ് ആൻഡ് പ്രഷർ ഗ്രൂപ്പ്. എന്താണ് പറയുന്നത്? ദ എൻവയോൺമെൻറ്റ് ഈസ് കമ്പോസ്ഡ്. എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിയമങ്ങളും ഗവൺമെൻറ് ഏജൻസീസും പ്രഷർ ഗ്രൂപ്പും ഒക്കെ എൻവയോൺമെൻറ്റിൽ കമ്പോസ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള എൻവയോൺമെൻറ്റിന് വിളിക്കുന്ന പേരെന്താണ്? നിയമങ്ങളും ഗവൺമെൻറ് സംവിധാനങ്ങളൊക്കെ ഉൾപ്പെട്ട എൻവയോൺമെൻറ്റൽ സിസ്റ്റം ഏതാണ്? ഉത്തരം പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെൻറ്റൽ സിസ്റ്റമാണ്. ഏത് ഉൾപ്പെടുന്നത്? ലോസ് ആൻഡ് ഗവൺമെൻറ് ഏജൻസി. അപ്പോൾ ദ എൻവയോൺമെൻറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ലോസ്, ഗവൺമെൻറ് ഏജൻസീസ് ആൻഡ് സ്പെഷ്യൽ ഗ്രൂപ്പ്. ആൻസർ ഓപ്ഷൻ എ. ഡെമോഗ്രാഫിക്കിൽ ഏതാ വരുന്നത്? ഏജ്, ഇൻകം, ജെൻഡർ. ഇക്കണോമിക്കിൽ ഏതാ വരുന്നത്? ഇക്കണോമിക് സിസ്റ്റം, ഇക്കണോമിക് പോളിസി, പബ്ലിക് പോളിസി, ഇതൊക്കെ. സോഷ്യോ കൾച്ചറിൽ ഏതാ വരുന്നത്? ട്രഡീഷൻ, കൾച്ചർ, ലൈഫ്, സൊസൈറ്റി, ഇതൊക്കെ. ഇനി പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ ഏതാ വരുന്നത്? ഗവൺമെൻറ് ഏജൻസി, ഗവൺമെൻറ് ലോ, പൊളിറ്റിക്കൽ പോളിസി, പൊളിറ്റിക്കൽ സിസ്റ്റം, ഇതൊക്കെ വരുന്നത് പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെൻ്റ് ആണ്. അപ്പോൾ ഉത്തരം പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെൻറ്റ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസിക്കൽ പോളിസി ഇൻ ഇന്ത്യ? താഴെ പറയുന്നവയിൽ ഫിസിക്കൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ്സിൽ വരാത്തതേത്? താഴെ പറയുന്നവയിൽ ഫിസിക്കൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ്സിൽ വരാത്തതേത്? ഓപ്ഷൻ എ. എൻഹാൻസസ് ലിക്വിഡിറ്റി ഇൻ ഇക്കണോമി. ഓപ്ഷൻ ബി. പ്രൊമോട്ട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ഓപ്ഷൻ സി. പ്രൊമോട്ട് പ്രൈസ് സ്റ്റെബിലിറ്റി. ഓപ്ഷൻ ഡി. റിമൂവ് ഇൻകം അസെറ്റ്സ് ഇൻ ഇൻഇക്വാലിറ്റി. അപ്പോൾ ഫിസിക്കൽ പോളിസിയിൽ വരാത്തത് ഏതെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെയാണ് ഒരു ഇക്കണോമിൻ്റെ ലിക്വിഡിറ്റി എൻഹാൻസ് ചെയ്യുന്നില്ല. ബാക്കിയെല്ലാം ഫിസിക്കൽ പോളിസിയിൽ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. Which one of the following service is not covered under Consumer Protection Act? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കവർ ചെയ്യാത്തത് ഏത്? ഒരു ടീച്ചറുടെ സർവീസ്, ഒരു ലോയറുടെ സർവീസ്, ഒരു ഡോക്ടറുടെ സർവീസ്. ഏതാണ്? ടീച്ചറുടെ സർവീസ് ഒരിക്കലും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിൽ കവർ ചെയ്യില്ല. ടീച്ചറുടെ സർവീസ് ഒരിക്കലും വരില്ല. ഏതിൽ? ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ടീച്ചറുടെ സർവീസ് ഉൾപ്പെടില്ല. എന്നാൽ ഒരു ലോയറുടെയും ഒരു ഡോക്ടറുടെയും ഒരു നേഴ്സിൻ്റെയും ഒക്കെ സർവീസ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിൽ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ. Arrange the following concept or act in the order in which they come into force. Competitors Act 2002, Foreign Exchange Management Act 1999, Consumer Protection Act 1986, SEBI Securities Exchange Board of India 1992. ഇതിനെ ഓർഡറിൽ എഴുതുക. ആദ്യം എന്താണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986, പിന്നെ സെബി 1992, പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് FEMA 1999, പിന്നെ കോമ്പറ്റീറ്റേഴ്സ് ആക്ട് 2002. ഓക്കെ, അതിന് ഓർഡർ ചെയ്ത് ഓഫ് ദ എമൗണ്ട് ക്ലെയിംഡ് ബൈ എ കൺസ്യൂമർ ആസ് കോമ്പൻസേഷൻ ഈസ് 89 lakhs. ദ കേസ് അണ്ടർ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഷാൽ ബി ഫിൽഡ് വിത്ത്. 89 ലക്ഷത്തിൻ്റെ കേസാണ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ ഏത് കോടതിയാണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഏത് റിഡ്രസൽ കമ്മീഷനാണ് ഇത് ഏറ്റെടുക്കുക? സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ. 89 ലക്ഷം ആകുമ്പോൾ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷനാണ് ഏറ്റെടുക്കുന്നത്.
ഇനി അടുത്ത അഡോപ്ഷൻ ആൻഡ് പ്രൊമോഷൻ ഇ കോമേഴ്സ് ബൈ ഗവൺമെൻറ് കംസ് അണ്ടർ വിച്ച് എലമെൻറ്റ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ എലമെൻറ്റ്സ് സോഷ്യൽ, ലീഗൽ, പൊളിറ്റിക്കൽ, ഏതാ വരുന്നത്? ടെക്നോളജിക്കൽ. അതായത് പ്രൊമോഷൻ ഓഫ് ഇ കോമേഴ്സ്, അപ്പോൾ നമ്മൾ ഡി ടെക്നോളജിക്കലാണ് ആൻസർ. ടെക്നോളജിക്കലാണ് ആൻസർ. ഇക്കണോമിക് എൻവയോൺമെൻറ്റ് ഈസ് എഫക്റ്റഡ് ബൈ, ആൻസർ സി ആണ്. ബോത്ത് എ ആൻഡ് ബി ആണ് വരുന്നത്. ഇക്കണോമിക് എൻവയോൺമെൻറ്റ് എഫക്റ്റ് ചെയ്യുന്നത് ലോ ആൻഡ് ഓർഡർ, അതുപോലെ ഡൊമസ്റ്റിക് ഇക്കണോമിക് കണ്ടീഷൻ. ഫെമ, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് 1999 ഇംപ്ലിമെൻറ്റഡ് ഫോർ ടു ഫെസിലിറ്റേറ്റ് എക്സ്റ്റേണൽ പോളിസി. 1999 എക്സ്റ്റേണൽ പോളിസി ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ടു എംഫസൈസ് ഓൺ ട്രാൻസ്പെറൻസി, ട്രാൻസ്പെറൻസിയും എംഫസൈസ് ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ പോളിസി വർക്ക്സ് ആസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ ഇക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി. നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക വളർച്ചയുടെ ഇൻസ്ട്രുമെൻ്റാണ് ഫിസിക്കൽ പോളിസി. ചോദിക്കാം, ഡാഷ് വർക്ക്സ് ആസ് എ ഇൻസ്ട്രുമെൻറ്റ് ഇൻ ഇക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി. ആൻസർ ഫിസിക്കൽ പോളിസി. അടുത്ത ഫിസിക്കൽ പോളിസി ഫ്രെയിംഡ് ബൈ ഗവൺമെൻറ് ഓഫ് എ കൺട്രി. നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ്റാണ് ഫിസിക്കൽ പോളിസി ഫ്രെയിം ചെയ്യുന്നത്. മൈക്രോ എൻവയോൺമെൻറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റ് ഓഫ് ദ ബിസിനസ്. മൈക്രോ എൻവയോൺമെൻറ്റിൻ്റെ മറ്റൊരു പേരാണ് ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റ്. മൈക്രോ എൻവയോൺമെൻറ്റിൻ്റെ മറ്റൊരു പേരാണ് ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റ് ഓഫ് ദ ബിസിനസ്. മൈക്രോ എൻവയോൺമെൻറ്റ് ഈസ് ഒരു സെറ്റ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണിത്. മൈക്രോ എൻവയോൺമെൻറ്റ് ഈസ് ഓൾസോ നോൺ ആസ്, ഇതിലെല്ലാം PYQ ആണ്, സെറ്റിൻ്റെ PYQ ആണ്. നന്നായി കേൾക്കുക, അല്ലെങ്കിൽ പണി കിട്ടും. കാരണം ഇതിലെ ക്വസ്റ്റ്യൻസൊക്കെ ആവർത്തിച്ച് വരും. മൈക്രോ എൻവയോൺമെൻറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റ് ഓഫ് ദ ബിസിനസ്. മൈക്രോ എൻവയോൺമെൻറ്റൽ ഫോഴ്സസ് ഹാവ് എ ഡയറക്റ്റ് ബിയറിംഗ് ഇൻ ഓപ്പറേഷൻ ഓഫ് ദ ഫേം. ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേഷനെ നേരിട്ട് സഹായിക്കുന്നതാണ് മൈക്രോ എൻവയോൺമെൻറ്റ് ഓർ വിത്തിൻ ദ ഓർഗനൈസേഷൻ. Central bank can significantly influence the saving, investment, consumer spending in the economic which of the following? Monetary policy. Central government investment, saving, consumer spending, ഇതിനൊക്കെ സെൻട്രൽ ഗവൺമെൻറ് ആശ്രയിക്കുന്ന പോളിസി ഏതാണെന്ന്? സെൻട്രൽ ബാങ്ക് ആശ്രയിക്കുന്ന പോളിസിയാണ് മോണിറ്ററി പോളിസി. Which of the following is not objectives of the Competitions Act 2002? 2002 കോമ്പറ്റീഷൻസ് ആക്ടിൽ ഒബ്ജക്റ്റീവ്സിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ പ്രൊഹിബിഷൻ ഓഫ് ഡോമിനേഷൻ പൊസിഷൻ, ബി പ്രൊഹിബിഷൻ ഓഫ് ആൻറ്റി കോമ്പറ്റീഷൻ, സി റെഗുലേഷൻ ഓഫ് കോമ്പിനേഷൻ, ഡി പ്രൊഹിബിഷൻ ഓഫ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പോളിസീസ്. അല്ലേ? അപ്പോൾ ഉത്തരം ഏതാണ്? പ്രൊഹിബിഷൻ ഓഫ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പോളിസിയാണ് ആൻസർ. ഡി ആണ് ആൻസർ. The time limit for filling a complaint before District Forum under Consumer Protection Act 1986. 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഡിസ്ട്രിക്ട് ഫോറത്തിന് കംപ്ലൈൻസ് ഫില്ല് ചെയ്യാനുള്ള ടൈം ലിമിറ്റ്സ് എത്രയാണ്? 2 വർഷമാണ്. The Competition Act 2002 seeks to regulate anti-competitive agreement, mergers and amalgamation, unfair trade practice. അപ്പോൾ 2002 കോമ്പറ്റീഷൻ ആക്ട് പ്രകാരം അത് നിയന്ത്രിക്കുന്നത് അനാവശ്യമായ മത്സരങ്ങൾ തടയുന്നു. അനാവശ്യമായ മത്സരങ്ങൾ എന്ത് ചെയ്യുന്നു? റെഗുലേറ്റ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. ആൻറ്റി കോമ്പറ്റേറ്റീവ് അഗ്രിമെൻറ്റ് കൺട്രോൾ ചെയ്യുന്നു. 2 അമാൽഗമേഷനും അതായത് നമുക്കറിയാലോ മെർഗർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മെർഗേഴ്സോ അതുപോലെ അമാൽഗമേഷനും റെഗുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആൻസർ ബോത്ത് എ ആൻഡ് ബി ആണ്. അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് തെറ്റാണ്. ശരി 2 1ഉം 2ഉം. ആൻസർ ബോത്ത് എ ആൻഡ് ബി ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മൊത്തം ഈ 20 ക്വസ്റ്റ്യനും ആവർത്തിച്ച ക്വസ്റ്റ്യനാണ്. നന്നായി കേൾക്കുക. ഓക്കെ, ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, കാരണം തിയറി പാർട്ടിൽ ഞാൻ ആദ്യം ഇതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ മാത്രം കൊടുത്തത്. ഓക്കെ, താങ്ക് യു. നന്നായി കേൾക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും സെറ്റ് ക്ലിയർ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.